ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു പുതിയൊരു റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ. ഇത് പുതിയതൊന്നല്ല, കുറേ ആൾക്കാർക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. കാരണം ഞാനും ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഇത് ചെയ്തത്. പക്ഷേ ഞാൻ എൻ്റേതായ ഐഡിയയ്ക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടുതലിടുന്നുണ്ട്. അപ്പം നമ്മൾ ഫ്ലെയിം ഓണാക്കി പാന് ചൂടായി വന്ന് അതിലേക്ക് കുറച്ച് കടുകിട്ടു. എന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ആഡ് ചെയ്യാണ്. പിന്നെ കുറച്ച് നല്ല ജീരകം കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് വറുത്തെടുക്കുകയാണേ. വറുത്തത് പൊടിച്ചെടുക്കണം. അപ്പം ഞാനത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. വറുത്തു മാറ്റി വെച്ചു. ഇനി പാന് വീണ്ടും വെച്ചു. അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ കീറി വെച്ച പച്ചമുളകില്ലേ, ആ പച്ചമുളക് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ. ഇനി അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. പുളിവെള്ളമില്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുത്തു. അപ്പം നന്നായി തിളയ്ക്കുന്നുണ്ട്. തിളച്ചത് നന്നായിട്ട് വറ്റണം. പകുതി വറ്റി തുടങ്ങിയ ഗൈസ്, ഇതിൽ കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പിന്നെ കുറച്ച് സംഭവം കൂടി ഇടാണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇതൊന്ന് ഡിലീറ്റായിപ്പോയി. അപ്പം നമ്മൾ വറുത്ത് വെച്ച ഉലുവയും കടുകും നല്ല ജീരകം കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പിഞ്ചിന് നമ്മൾ നമ്മുടെ കായ പൗഡറും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പം അതും കൂടി ഇട്ട് ദാണ്ട വറ്റിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടൊരു അച്ചാർ പോലെ. എന്നാൽ അച്ചാറൊന്നല്ല, നല്ല മണവുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടും. ഞാനിത് ഈ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് ഇത് ശരിക്കും പറയാൻ എരിവൊന്നുമില്ല, നല്ല ടേസ്റ്റിയാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ